ശരി, നമുക്ക് വീണ്ടും സന്നിധാനത്തേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 2 മണിക്കൂർ, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് രാത്രി 7 വരെയും ശബരിമല തന്നെയാണ് നമ്മുടെ പ്രധാന വിഷയം, കുംഭമേളയും. നമുക്ക് സന്നിധാനത്തേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഒരു വശത്ത് തിരുവാഭരണ ഘോഷയാത്ര സഞ്ചരിച്ചു വരുന്നുണ്ട്, അത് നിലയ്ക്കലെത്തി. ഇനി സന്നിധാനത്തേക്ക് വൈകുന്നേരത്തോടെ എത്തും. അപ്പോൾ അവിടുന്ന് ദീപാരാധന, ആ സമയത്ത് തന്നെ മകരജ്യോതി തെളിയും പൊന്നമ്പലമേട്ടിൽ. അപ്പോൾ ഭക്തലക്ഷങ്ങൾ ഇങ്ങനെ കാത്തുനിൽപ്പാണ്. അതെത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിലാണ്. ആ മകരജ്യോതി ഒന്ന് കാണണം, അയ്യനെ കണ്ട് വണങ്ങണം, അയ്യൻ്റെ സന്നിധിയിൽ നിന്ന് മകരജ്യോതി കാണണം. അതാണ് ഏറെ പേരുടെയും ഏറ്റവും പ്രേക്ഷകരോട് പറയാനുള്ള. അതാണ് ഈ മകരജ്യോതി ദർശനം അയ്യപ്പൻ്റെ സ്വന്തം ചാനലായിട്ടുള്ള ജനൻ ടിവിയിലൂടെ തന്നെ കാണുക. എങ്കിലാണ് അതിൻ്റെ ഇരട്ടി വലിയ ക്രമീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ചെറുതല്ലാത്ത വലിയ ക്രമീകരണമാണ്. എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും തത്സമയം ദൃശ്യങ്ങൾ എത്തിക്കാൻ, വിവരങ്ങൾ എത്തിക്കാൻ ഞങ്ങളുടെ ടീം അവിടെ സജ്ജമാണ്. വലിയ ഒരുക്കങ്ങളാണ് ജനൻ ടി വി മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഈ മകരജ്യോതി ദർശിക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തും നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് തോന്നുന്നു. അഖിൽ പാലോട്ട് മഠം അവിടെ നിന്നൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ സന്നിധാനത്ത് നിന്നാണ്. അഖിൽ, വലിയ നിയന്ത്രണങ്ങൾ ഇന്ന് മാധ്യമങ്ങൾക്ക് പോലും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ട്രൈപോഡ് അവിടെ വയ്ക്കാൻ പാടില്ല, കൈകളിൽ വെച്ച് ദൃശ്യങ്ങൾ പകർത്തണം, ഈ ക്യാമറ, ഹെലിക്യാം പാടില്ല, ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാൻ ഒന്നുകൂടി പറയാം. ഈ കലോത്സവ സമയത്ത് ഇതുപോലെ ജഡ്ജസിന് മുകളിലൂടെ ഡ്രോൺ പറന്നു. അത് വലിയ പ്രശ്നമായി. ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സ്റ്റോളിലേക്ക് വന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഡ്രോൺ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളത് മാറ്റണം, ഇന്ന മേഖലകളിലേക്ക് അത് പറത്തരുത് എന്ന് പറഞ്ഞു. ഈ ശബരിമല വളരെ റിമോട്ട് സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ സുരക്ഷ ഒരു പ്രധാനമാണ്. ചാനലുകൾക്ക് അവിടെ കൊണ്ടുപോയി ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ കാണിക്കുന്ന, സൗന്ദര്യം കാണിക്കുന്ന ഒരു ചടങ്ങല്ല അവിടെ നടക്കുന്നത്. ചാനലുകാർ തന്നെയാണ്, ഉത്തരവാദപ്പെട്ടവർ തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അഖിലേക്ക് പോവാം. അഖിൽ, ഭക്തജന തിരക്ക് എങ്ങനെയെന്ന ചോദ്യം പ്രസക്തമാണോ എന്നറിയില്ല. രാവിലെ 10 മണി മുതൽ അങ്ങോട്ടേക്ക് ഭക്തരെ കടത്തി വിടുന്നില്ല. 1 മണിക്ക് നടയടയ്ക്കും. അപ്പോൾ 1:40 അപ്പോൾ സ്വാഭാവികം നടയടച്ച സമയമാണെങ്കിലും അവിടെ ഭക്തർ എങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു, ഒപ്പം നിയന്ത്രണങ്ങൾ എങ്ങനെ? കൃഷ്ണരാജ്, അനിൽ നമ്പ്യാർ, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങളൊക്കെ തന്നെ സർക്കാരും അതുപോലെ ഭരണകൂടവും എല്ലാം തന്നെ പല ഘട്ടത്തിലും പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ശ്രീകോവിലിനകത്ത് പൊന്നമ്പലത്തിൽ അകത്തിരിക്കുന്ന ഭഗവാൻ തീരുമാനിക്കുന്നതാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായും അന്തിമവുമായ തീരുമാനം എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളെല്ലാം തന്നെ തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ പലതു പറഞ്ഞാൽ പോലും ആ നിയന്ത്രണങ്ങൾക്കും അതീതമാണ് ഈ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഒന്നാമത്തെ കാര്യം ഭക്തജനങ്ങൾ എന്നതാണ്. അതായത് ഇന്നലെ മുതൽ, അതായത് ജനുവരി മാസം 12 മുതൽ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 70,000 ആയിരുന്ന വെർച്വൽ ക്യൂ അത് 10,000 കുറച്ച് 60,000 ആക്കി, 10,000 ആയിരുന്ന സ്പോട്ട് ബുക്കിംഗ് കുറച്ച് 5,000 ആക്കി. പക്ഷേ ഇന്നലെ മാത്രം ശബരിമല ദർശനത്തിനെത്തിയിട്ടുള്ള, അതായത് ജനുവരി മാസം 12 മാത്രം പോലീസ് കണക്കനുസരിച്ച്, പോലീസ് മാധ്യമങ്ങൾക്ക് തന്നിട്ടുള്ള കണക്കനുസരിച്ച് 99,000 പക്ഷേ പോലീസ് അത് മറ്റു ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള കണക്കനുസരിച്ച് 1,17,000 അയ്യപ്പ ഭക്തർ ഇന്നലെ ശബരിമല ദർശനത്തിന് വേണ്ടി എത്തി എന്നുള്ളതാണ് ആ കണക്കുകൾ തന്നെ മനസ്സിലാക്കുന്നത്. അതായത് 60,000 പറഞ്ഞപ്പോൾ അതിന്റെ ഇരട്ടി, ഏകദേശം 1,17,000 എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഇരട്ടിയിലേക്ക് അയ്യപ്പ ഭക്തർ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇന്നും അതുപോലെ നിയന്ത്രണമുണ്ട്. ഇന്ന് 50,000 പേർക്ക് മാത്രമാണ് ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അങ്ങനെ ദർശനത്തിലേക്ക് എത്താൻ സാധിക്കുന്ന സ്ഥലത്ത് ആണെങ്കിൽ പോലും ഇന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഇന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വിദൂരതയിലെ ഒരു ദൃശ്യം നമ്മളുടെ ക്യാമറമാൻ അനീഷ് കാട്ടാക്കട ഇപ്പോൾ നമുക്ക് കാണിക്കുന്നുണ്ടാകും. ആ ദൃശ്യം എന്ന് പറയുന്നത് സന്നിധാനത്തിൽ നിന്നും 108 പടി കയറി പാണ്ടിത്താവളത്തേക്ക് പോയി അവിടെ നിന്നും പുൽമേട് വഴി വരുന്ന ആ വഴിയാണ്. അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാർ കണ്ടാൽ, അതായത് മുഴുവൻ ആൾക്കാരും നടന്നു വരേണ്ട, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് SO നടന്നു വരേണ്ട വഴിയാണ്. അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും നടന്നു വരേണ്ട വഴി ആയിട്ട് പോലും അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്, അതായത് പോലീസിനെ നിയന്ത്രിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു അയ്യപ്പ ഭക്ത സംഗമമായി അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് അങ്ങകലെ കിലോമീറ്ററുകൾക്കും അപ്പുറത്ത് ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ ദിവ്യ ജ്യോതി കാണാനാണ്, ആ പൊൻപ്രഭ കാണാനാണ് ആ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെല്ലാം ഇന്നലെ മുതലേ അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ എല്ലാം പർണശാലകൾ തീർത്ത് കാത്തു നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ആ അയ്യപ്പ ഭക്തന്മാർക്ക് എന്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയാലും അവർക്ക്
ഏറ്റവും പ്രധാനം അയ്യപ്പസ്വാമിയെ കാണുക എന്നുള്ളതാണ്. അയ്യപ്പസ്വാമിയുടെ ആ ദിവ്യജ്യോതി കാണുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ നിയന്ത്രണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. പക്ഷേ അടുത്തൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് മാധ്യമപ്രവർത്തകർക്കാണ്. മാധ്യമപ്രവർത്തകർ ആ വിഷ്വൽ മീഡിയ ഉപയോഗിക്കുന്നവർ അത് ക്യാമറ ചലിപ്പിക്കുമ്പോൾ അത് സ്റ്റാൻഡിൽ ഉപയോഗിക്കരുത്, അത് കയ്യിൽ വെച്ച് ഉപയോഗിക്കണമെന്നുള്ള റിപ്പോർട്ടൊക്കെ തന്നെ ഇപ്പോൾ അധികം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊരു അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. കാരണമെന്ന് പറയുന്നത് വലിയ ക്യാമറകൾ വെച്ചിട്ടാണ് ഇത്രയും അധികം ദൂരെയുള്ള ആ പൊൻപ്രഭയെ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത്. അതായത് സന്നിധാനത്തെത്താൻ കഴിയാത്ത അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, ചില യുവതികളുണ്ട്. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായത്തിന് ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് എത്താൻ സാധിക്കുന്നത്. പക്ഷെ അയ്യപ്പ ഭക്തരായ കോടിക്കണക്കിന് സ്ത്രീജനങ്ങളുണ്ട്. അവരെല്ലാവരും ഈ ടെലിവിഷനിലൂടെയാണ് കണ്ടു നിന്നാണ് അവർ എല്ലാവരും അയ്യപ്പന് ശരണം വിളിക്കുന്നത്. അവരെല്ലാവരുമാണ് ആ ദിവ്യപ്രഭ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ശബരിമല സന്നിധാനത്തെ ദിവ്യപ്രഭ കാണിക്കുക എന്നുള്ളത് മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ജനൻജീവി അടക്കമുള്ളവരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ട് ആ നിയന്ത്രണത്തിനൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ എന്തായാലും ശബരിമല സന്നിധാനത്ത് നട തുറക്കുന്നുണ്ടാകും. വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് നട തുറക്കുന്നുണ്ടാകും. ആ നട തുറക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇപ്പോൾ 18ാം പടിയിലേക്ക് അയ്യപ്പ ഭക്തർ കയറി വരുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. അതിവേഗമാണ് പോലീസ് അയ്യപ്പന്മാർ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 80 മുതൽ 85ഓളം വരുന്ന അയ്യപ്പ ഭക്തരെ. അതിലൊരു ചെറിയ തിരുത്ത് പറയാനുണ്ട്. അതായത് ശബരിമല സോപാനത്തിന് സമീപം ട്രൈപോഡ് വെക്കാൻ പാടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം മാത്രമേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. മാത്രമല്ല ക്യാമറ കയ്യിലെടുത്ത് മാധ്യമങ്ങൾക്ക് ചിത്രീകരിക്കാം. എനിക്ക് തോന്നുന്നു സോപാനത്ത് നിന്നുകൊണ്ട് മകരജ്യോതി അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള സംവിധാനം ജനൻ ടി വി സ്പെഷ്യൽ പാസ് അടക്കം സോപാനത്ത് ഇന്നിനി നിൽക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ പാസ് അടക്കം വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതെ, അല്ല ഈ സോപാനത്തല്ലാതെ മറ്റ് സ്ഥലത്ത് ക്യാമറ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ മകരജ്യോതി ചിത്രീകരിക്കാമല്ലോ. പിന്നെ ഹെലിക്യാം, ഡ്രോൺ എന്നിവയ്ക്കുള്ള നിരോധനം. സ്വാഭാവികമായിട്ട് നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അതിസുരക്ഷാ മേഖല ആയിട്ടുള്ള ശബരിമലയിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. കൃഷ്ണരാജ്, ഇതിലെ സോപാനത്ത് ട്രൈപോഡ് വെച്ചിട്ടാണ്, അതായത് ദീപാരാധനയും ഹരിവരാസനവും മറ്റു പൂജാതി കർമ്മങ്ങളും ഒക്കെ തന്നെ സോപാനത്തിനരികിൽ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുപോലെ സോപാനത്തിനരികിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ അതായത് കൊടിമരച്ചുവട്ടിന് മുകളിലായിട്ട് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ അങ്ങകലെ പുല്ലമ്പലമേട്ടിൽ തെളിയുന്ന ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതായത് സോപാനത്തിനരികിലെ കെട്ടിടത്തിന് മുകളിൽ എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള ട്രൈപോഡുകളായിരിക്കണം ചിലപ്പോൾ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കാരണം സോപാനത്തിനരികിൽ കെട്ടിടമില്ല, സോപാനത്തിനരികിൽ മുകളിൽ കയറി അങ്ങനെ ഒരു ദൃശ്യം പകർത്തുന്ന ഒരു ക്യാമറാമാന്മാരുമില്ല. കാരണം ക്യാമറാമാരൊക്കെ വലിയ ഭക്തിയോടുകൂടിയാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുന്നത്. കാരണം അവരുടെ തൊഴിലാണെങ്കിൽ പോലും അവർ അത്രയും അധികം വിശ്വാസത്തോടു കൂടിയാണ് ആ ക്യാമറാമാർ മുഴുവൻ, എല്ലാ മാധ്യമ സ്ഥാപനത്തിലെയും ക്യാമറാമാർ എല്ലാവരും അത്തരത്തിലാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ അങ്ങകലെ ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ ദിവ്യപ്രഭ കാണിക്കുവാൻ വേണ്ടി കൊടിമര ചുവട്ടിന് അടുത്തു മാത്രമുള്ള, അതായത് ഫ്ലൈ ഓവറിലേക്ക് കയറിപ്പോകുന്നതിന്റെ പ്രദേശത്ത് മാത്രമാണ് നമ്മൾ ഈ ട്രൈപോഡുകൾ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലാണ് ഒരു തീരുമാനം വന്നിരിക്കുന്നത് കോടതിയുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെ ഒരു സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മാധ്യമപ്രവർത്തകർ ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡിനോട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത്, ശബരിമലയുടെ കീർത്തിയും പ്രസക്തിയും ഒക്കെ അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിനെ പോലെ തന്നെ അത് മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ വിലയിരുത്തി അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അവർ തീരുമാനമുണ്ടാകും. പക്ഷേ ഇന്ന് അല്പസമയത്തിന് ശേഷം, അതായത് ഇതാണ് ദേവസ്വം ബോർഡ് പ്രത്യേകമായി അനുവദിച്ച് തന്നിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള പാസ്. ഈ പാസ്സുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇന്ന് അകത്ത്, അതായത് ഞാൻ നിൽക്കുന്ന ഈ സോപാനത്തിനരികിൽ ഈ 18ാം പടിക്കരികിൽ തിരുമുറ്റത്ത് വന്നു നിൽക്കാൻ സാധിക്കുക. അല്ലാത്ത ഒരു മാധ്യമപ്രവർത്തകരനെയും അകത്തേക്ക് കടത്തിവിടുന്നുണ്ടാകില്ല. അങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അതീവ സുരക്ഷാ മേഖല എന്ന നിലയ്ക്ക് തന്നെയാണ് ഹെലിക്യാം അടക്കം ഡ്രോൺ അടക്കം പകർത്തിയുള്ള ദൃശ്യങ്ങൾ പകർത്തരുന്നൊരു നിർദ്ദേശം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമാണ്, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശരണമന്ത്രമുഖരിതമായി ശരണം വിളികളുടെ ആ നാമഘോഷങ്ങളുടെ മാത്രം അന്തരീക്ഷത്തിൽ, ആഴിയുടെ നെയ്ത്തേങ്ങകളുടെ മണത്തിന്റെ അന്തരീക്ഷത്തിൽ കാറ്റിനു പോലും സൗഗന്ധികം പകർത്തുന്ന ആ ശരണമന്ത്ര ഗീതങ്ങളുടെ ആ സമയത്ത് മാത്രമായിരിക്കും ഇനി ശബരിമല സന്നിധാനം ഉണ്ടാവുക. എല്ലാവരും
തിരുവാഭരണ വിഭൂഷിതനായിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കാണാൻ, മണികണ്ഠ സ്വാമിയെ കാണാൻ, യോദ്ധാവായി മാറുന്ന അയ്യപ്പസ്വാമിയെ കാണാൻ, തത്വമസി പൊരുളായ ചിന്മുദ്രാങ്കിതമായ അയ്യപ്പസ്വാമിയിൽ നിന്നും, ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിൽ നിന്നും, അയ്യപ്പസ്വാമിയിൽ നിന്നും മണികണ്ഠകുമാരനായി മാറുന്ന, പന്തളത്തു രാജനായി മാറുന്ന ആ ഭഗവാനെ കാണാനാണ് ഇനി എല്ലാവരും കണ്ണും നട്ട് കാത്തിരിക്കുന്നത്. അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ ആ ദിവ്യപ്രഭ തെളിയുന്നതിനോടനുബന്ധിച്ച് തന്നെ അങ്ങ് ആകാശത്ത്, നീലാകാശത്തിന്റെ താഴ്വരയിൽ അവിടെ മകര നക്ഷത്രം ഉദിക്കുന്നുണ്ടാകും. അതിനോടൊപ്പം കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടാകും. അങ്ങനെ ഭക്തി എന്ന് പറയുന്നതിനും അപ്പുറത്ത് ആത്മസായുജ്യമായ ഒരു നിമിഷമായിരിക്കും ശബരിമല സന്നിധാനത്ത് ഇനി ഉണ്ടാവുക. ശബരിമല സന്നിധാനത്ത് അങ്ങനെ ഉണ്ടാകുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അങ്ങനെ ശബരിമല സന്നിധാനം ഭക്തിയുടെ നിറകുടമായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മകരവിളക്ക് അനുബന്ധിച്ച് 3 മണിക്ക് നട തുറന്നിരുന്ന ആ തിരുനട ഇപ്പോൾ തിരുനട തുറന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലേക്ക് എത്തി നിൽക്കുന്നു. എന്തായാലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് കണക്ക് കൂട്ടിയതിനെക്കാട്ടിയും ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടിയതിനെക്കാട്ടിയും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾക്കും അപ്പുറത്തേക്ക് ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരി, അഖിലിലേക്ക് വരാം. അഖിൽ അവിടെ തുടരണം. നട്ടുച്ചയാണെന്നൊക്കെ അറിയാം, എങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു നിമിഷത്തെ ദൃശ്യങ്ങൾ പോലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാനാകില്ല. അത് നമ്മുടെ ഉദ്യമമാണ്, നമ്മുടെ കടമയാണ്.